എടമട്ടം വെസ്റ്റ് ബീച്ച് റോഡിന് വടക്കു പുതുതായി രൂപീകരിച്ച എടമട്ടം മൈത്രി റോഡ് റെസിഡൻസ് അസോസിയേഷൻ പൊതുയോഗം നാട്ടിക എം.എൽ.എ. ഗീതാ ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് വി.ജി. സേവ്യ അഭിരാമൻ മാസ്റ്റർ അധ്യക്ഷനായി. മൈത്രി റോഡിന്റെ പ്രശ്നങ്ങൾ എം.എൽ.എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആരോഗ്യ പാലിയേറ്റീവ് രംഗത്ത് സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഋഷിൻ സുമൻ, മൈക്രോബയോളജി PhD ജേതാവും CMFRI ടെക്നിക്കൽ ഓഫീസറുമായ ഡോക്ടർ സജീന, ജിജിൽസു മാർഷൽ ആർട്ടിസ്റ്റ് സൗത്ത് ഏഷ്യ റീജിയണൽ മത്സരത്തിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനം നേടിയ മുഹമ്മദ് ഷിഫാൻ, റിട്ടയർഡ് ജില്ലാ ഫയർ ഓഫീസർ ശശിധരൻ ചോലയിൽ എന്നിവരെ ആദരിച്ചു. മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ബ്ലോക്ക് മെമ്പർ അജ്മൽ ഷെരീഫും വാർഡ് മെമ്പർ അനിത പ്രദീപ് കുമാറും അസോസിയേഷൻ ഭാരവാഹികളും ആദരിച്ചു. ഡോക്ടർ ഋഷിൻ സുമൻ ആരോഗ്യ പാലിയേറ്റീവ് രംഗത്തെ വിഷയങ്ങളെ സംബന്ധിച്ച ക്ലാസ് നടത്തി. സെക്രട്ടറി VR മോഹൻദാസ്, ട്രഷറർ രഘുലാൽ വടക്കുംചേരി, ഭാരവാഹികളായ ബാബുരാജ് മേൽവീട്ടിൽ, സലീം പള്ളിത്തോട്ടുങ്ങൽ, നവീൽ രാജ് കൊട്ടുക്കൽ, യതീന്ദ്രദാസ് കാരയിൽ, ബിനോയ് ചോലയിൽ, രംഗരാജ് കൊട്ടുക്കൽ, സുകുമാരൻ വടക്കുംചേരി, ധർമ്മദാസ് മുത്തേഴത്ത്, ശ്രീജിത്ത് മാമ്പുള്ളി, രാജേഷ് കൊട്ടുക്കൽ, മുബാരക് പള്ളിത്തോട്ടുങ്ങൽ, ഹമീദ് പോക്കാക്കില്ലത്ത്, വിജയൻ നെറ്റിക്കോട്, വൈസ് പ്രസിഡന്റ് ഫൈസൽ പുതിയ വീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിൽ പല രീതികളിലും ഓരോ വിഷയങ്ങളാണ്. അധ്യക്ഷൻ സൂചിപ്പിച്ച ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു നാടിൻ്റെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ ജനം ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രമാണ്: കുടിക്കാൻ ഇത്തിരി വെള്ളം, തലചായ്ക്കാൻ ഒരിടം, നടക്കാൻ ഒരു റോഡ്. അതിലുപരി ആഗ്രഹിക്കുന്ന ഒരു ജനത ഒരു പക്ഷേ പല രീതികളിലും നമ്മളോട് പറയും. പക്ഷെ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടും. ഇത്രയും ജനങ്ങളുടെ സംഘടിതമായ ഒരു അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ മുൻ മന്ത്രിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ കൂടിയായിട്ടുള്ള കൃഷ്ണൻ കണിയാമ്പറമ്പിലിൻ്റെ പേര് കൊണ്ടെടുത്ത് പറഞ്ഞു. അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ആയി, മന്ത്രിയായി പ്രവർത്തിക്കുന്ന കാലഘട്ടം ഞാനന്ന് മുനിസിപ്പാലിറ്റിയിലെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. പക്ഷേ വളരെ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനം ഞാനും എന്നും നോക്കണം. അദ്ദേഹത്തിനെ കണ്ടിരുന്നു എന്നാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്.